അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലെത്തി DNA സാമ്പിൾ നൽകി. വിമാനം ഇടിച്ചിറങ്ങിയ ഹോസ്റ്റൽ പരിസരത്ത് നിന്ന് ഇതുവരെ 21 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി വിവരം. അന്വേഷണ പുരോഗതി വിലയിരുത്താൻ കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവിന്റെ നേതൃത്വത്തിൽ ദില്ലിയിൽ യോഗം ചേർന്നു. വിമാന അപകടം അന്വേഷിക്കാൻ ഉന്നതതല സമിതിയെ രൂപീകരിച്ചു. വിമാനാപകടത്തിൽ മരിച്ച മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി ബന്ധുക്കളുടെ സാമ്പിളുകൾ ശേഖരിച്ചു തുടങ്ങി. മരിച്ച മലയാളി രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലെത്തി DNA സാമ്പിൾ നൽകി. ഫലം ലഭിക്കാൻ 48 മുതൽ 72 മണിക്കൂർ വരെ സമയമെടുക്കുമെന്നതിനാൽ മൃതദേഹങ്ങൾ കൈമാറുന്നത് വൈകും. നേരിട്ട് തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. വിമാനം ഇടിച്ചിറങ്ങിയ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ പരിസരത്ത് നിന്ന് മാത്രം 21 മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നാണ് വിവരം. ഇവരിൽ 9 പേർ MBBS വിദ്യാർത്ഥികളാണ്. ചികിത്സയുള്ള 36 പേരിൽ 16 പേരും വിദ്യാർത്ഥികളാണ്. മരിച്ചവരും പരിക്കേറ്റവരുമായ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ബന്ധുക്കൾക്കും സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട് ടാറ്റ ഗ്രൂപ്പിന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗുജറാത്ത് സംസ്ഥാന ഘടകം കത്തയച്ചു. അതിനിടെ സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിനായി കേന്ദ്ര സർക്കാർ ഉന്നതതല സമിതിയെ രൂപീകരിച്ചു. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അധ്യക്ഷനായ സമിതി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. സമാന്തരമായ മറ്റ് സാങ്കേതിക അന്വേഷണവും പുരോഗമിക്കുകയാണ്. പ്രദേശത്ത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും NSGയും NDRF DGCA തുടങ്ങിയ ടീമുകളും പരിശോധിക്കുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇതുവരെയുള്ള വിലയിരുത്തലുകൾ അവലോകനം ചെയ്യാൻ കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു നേതൃത്വത്തിൽ ദില്ലിയിൽ യോഗം ചേർന്നു. കൈരളി ന്യൂസ്, ദില്ലി.